ഈ ഈ ആക്രമണം നടന്നതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം സ്ഥിരമായി സംഭവിക്കുന്നത് പോലെ ഇത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്തതാണ് എന്നൊരു പ്രചാരണങ്ങൾ ഉയരുന്നുണ്ട്. എന്ത് തോന്നുന്നു? ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അങ്ങനെ ഒരെണ്ണം ഉണ്ടാകുന്നത്. വളരെ വളരെ കാലമായിട്ടുള്ളൊരു കാര്യമാണ്. നല്ലതിൻ്റെ ഒന്നും ക്രെഡിറ്റ് BJPക്ക് കൊടുക്കില്ല, അല്ലെങ്കിൽ കുറ്റം പറയാൻ മാത്രമേ BJPയെ അപ്രോച്ച് ചെയ്യൂ എന്നുള്ളത് വളരെ വളരെ കാലമായിട്ടുള്ളതാണ്. ഇപ്പോൾ 26/11 അന്നെന്തായിരുന്നു പറഞ്ഞത്? അതും RSS ചെയ്താണെന്ന് പറഞ്ഞു. തൂക്കാറാം ഓംബ്ലെ എന്ന ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളൊരു മനുഷ്യൻ ആ തോക്കിൽ കയറി പിടിച്ചതുകൊണ്ട് അജ്മൽ കസബിനെ ജീവനോടെ കിട്ടുകയും അതെല്ലാതും തെളിയുക. അല്ലെന്നുണ്ടെങ്കിൽ അത് RSS ചെയ്താന്ന് പറയില്ലായിരുന്നു, അല്ലെങ്കിൽ അത് RSS ചെയ്യില്ല എന്ന് പറയാം. എന്നിട്ട് തന്നെ ഇത്രയും നല്ല ഒരു തെളിവ് ആയിട്ടൊരു മനുഷ്യൻ ജീവനോടെ നിൽക്കുകയും അയാളെ ചോദ്യം ചെയ്യാൻ പറ്റുകയും അയാളിൽ നിന്ന് ഇന്ത്യയിലും വിദേശത്തുമുള്ള സർവ്വ കുറ്റാന്വേഷണ ഇൻ്റലിജൻസ് ഏജൻസികളെല്ലാം ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൻ്റെ അകത്തൊക്കെ അയാൾ ക്ലിയർ ആയിട്ട് ഞാൻ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ടും ഒരു പുസ്തകം എഴുതിയില്ലേ? കാർക്കറയെ കൊന്നതാര്? അതെ, കാർക്കറെ. അത് അതിന്റെ മലയാളം മുഷറഫ്. അതെ, അതിന്റെ മലയാളമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ തേജസ് ഇവിടെ ഇത്. ഈ പോപ്പുലർ ഫ്രണ്ടും തേജസ്സും ഒക്കെ ആരുടെ ഭാഷയാണ് സംസാരിക്കുന്നത്? കാലാകാലമായിട്ട് പാകിസ്ഥാന്റെ ഭാഷയിലെ പോപ്പുലർ ഫ്രണ്ടും തേജസ്സും ഒക്കെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. അതിനുശേഷം കാശ്മീർ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ വളരെ വലിയ ഒഴുക്കുണ്ടായിരുന്നു. സംശയമില്ല, അതിനകത്ത് പരിചയമുള്ള പലരും പോയിട്ടുണ്ട്. എനിക്ക് നേരത്തെ ഒന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാശ്മീരിൽ പോകാൻ കുറച്ചൊരു പേടിയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വളരെ ഓപ്പണായിട്ട് വിനോദസഞ്ചാരികൾ ഒരുപാട് പോയ കേരളത്തിൽ നിന്നും നിരവധി പേർ, അതിന് തൊട്ട് മുന്നേ തന്നെ എത്രയോ പേര് പോയിരുന്നു ഈ ഒരു ആക്രമണത്തിന് തൊട്ട് മുന്നേ തന്നെ. പക്ഷേ പെട്ടെന്ന് ഇത് മറിയുകയാണ്. അതായത് ഈ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുകയാണ്. അത് എങ്ങനെ നേരിടാൻ കഴിയും? രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു 20 കൊല്ലം മുന്നേ ഒരു സാധാരണ ഇന്ത്യക്കാരനുള്ള പർച്ചേസിങ് പവർ അല്ല ഇന്നുള്ളത്. ഒരു സാധാരണക്കാരനായ ഇന്ത്യക്കാരൻ്റെ പർച്ചേസിങ് പവർ കൂടിയിട്ടുണ്ട്. അവന് കുംഭമേളയ്ക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം, അവന് കാശ്മീരിൽ പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം. അതിനുള്ള ആവതുണ്ടായിട്ടുണ്ട്. അത് സമ്പദ്ഘടനയുടെ മുന്നേറ്റം കൊണ്ട് തന്നെയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാശ്മീരിൽ സമാധാനം വന്നു എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. കാരണം പാകിസ്ഥാനായിരുന്നു കാശ്മീരിൽ ഉള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ഖ്വാജ ആസിഫ് അദ്ദേഹം പറയുകയും ചെയ്തു, ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി, ബ്രിട്ടന് വേണ്ടി, യൂറോപ്പിലുള്ള പലർക്കും വേണ്ടി വൃത്തികെട്ട പണികൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. വി ഡിഡ് ദെയർ ഡേർട്ടി വർക്ക് എന്നാണ് പുള്ളി പറഞ്ഞത്. വൃത്തികെട്ട പണി മുഴുവൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഖ്വാജ ആസിഫ് ചൈനയുടെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ആ പഴയ മാസ്റ്റേഴ്സിനെയൊക്കെ ഡിസോൺ ചെയ്തപ്പോഴും ഖ്വാജ ആസിഫ് ചൈനയുടെ പേര് പറഞ്ഞിട്ടില്ല, പുതിയ മാസ്റ്ററിനെ പറഞ്ഞില്ല. അത്ര തന്നെ. അങ്ങനെ പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്നു. വാലിയിൽ തീവ്രവാദി ആക്രമണങ്ങൾ കുറയുന്നു. കാശ്മീർ വാലിയിൽ തീവ്രവാദി ആക്രമണങ്ങൾ കുറയുന്നു. അതിൻ്റെ ചാറ്ററുകൾ, അതിൻ്റെ ലക്ഷണങ്ങളും ഈ പറയുന്ന എന്താ പറയുക, ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് വെച്ച് ഇവരുടെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്, അവരുടെ കമ്മ്യൂണിക്കേഷൻ ടാപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും പൊതുവേ ഭരണകൂടവും കുറച്ചൊന്ന് റിലാക്സ് ആയിട്ടുണ്ടാവണം. യാതൊരു സംശയം. അത് മാത്രമല്ല, പുതിയ സർക്കാരും അധികാരത്തിലേറിയല്ലോ. അതായത് പുതിയ സർക്കാർ വന്നു. പക്ഷേ അവർ പൊതുവെ ഒരു ആ സമയത്ത് വന്ന ഒരു ചർച്ചയിൽ പറയുന്നതാണ്, ഈ ഒമർ അബ്ദുള്ളയുടെ സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ നാഷണൽ കോൺഫറൻസോ അല്ലെങ്കിൽ പല സർക്കാരുകളും അധികാരത്തിലേറുമ്പോൾ അതിനുശേഷം തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ആണ് പൊതുവെ പറയപ്പെടുന്നത്. അതേസമയം കേന്ദ്രഭരണമുള്ള സമയത്ത് പലപ്പോഴും അത് കുറവുമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു ബിസിനസ്സാണ്. അബ്ദുള്ള ഫാമിലി, ഇത് ഞാൻ പറയുന്നതല്ല, കാശ്മീരിലെ സാധാരണ ജനങ്ങൾ പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഷെഹല റഷീദ് പോലും പറഞ്ഞിട്ടുണ്ട്. അതെ, ഇത് അവർക്കൊരു ബിസിനസ്സാണ്. നമ്മുടെ വയനാട്ടിൽ
നക്സലേറ്റ് ആക്രമണത്തിന് അവർക്കെതിരെ വെടിവെപ്പ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് എൻഡ് റിസൾട്ടായിട്ട് ഉണ്ടായതെന്ന് പറഞ്ഞാൽ കേരളത്തിന് ആൻറ്റി നക്സൽ ഫണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ കിട്ടിയതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യാവസ്ഥ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ കാശ്മീർ പതിപ്പാണ്. അവിടെ തീവ്രവാദി ആക്രമണങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അവിടെയുള്ള സർക്കാരിന് അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് കൂടുതൽ ഫണ്ട് അലൊക്കേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതൊരു ബിസിനസ് ആകുന്നത് എന്നാണ് ഈ പറഞ്ഞ ബിസിനസ് ആണെന്ന് പറഞ്ഞവർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.